സുഹൃത്തുക്കളെ, മദ്രസാധ്യാപകർക്ക് സർക്കാർ ഖജനാവിൽ നിന്നും വമ്പൻ തുക ചെലവിടുന്നു എന്നാണ് ഈയിടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മിക്കവർക്കും അറിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ചില ചാനലുകളിലൊക്കെ നോക്കിയപ്പോൾ, സംഖ്യാനുകൂല ചാനലുകളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് സത്യം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രോത്സാഹനജനകമായ, അല്ലെങ്കിൽ അത് സംഖ്യ അനുകൂല ചാനലുകളൊക്കെ അക്കാര്യം പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അസത്യങ്ങൾ പറഞ്ഞിട്ടും വെറുപ്പ് പ്രചരിപ്പിച്ചിട്ടും പരസ്പരം തമ്മിൽ തല്ലിയാൽ നഷ്ടങ്ങളെ നമുക്കുണ്ടാവുള്ളൂ. മാത്രമല്ല, നമ്മൾ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയില്ല. അതിന് നേരെ എതിരാണ് നടക്കുക. നമ്മൾ പരസ്പരം വിഘടിക്കുന്നത് ചൈനക്കും പാകിസ്ഥാൻ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ നമ്മളോട് ഒന്നിച്ച് നിൽക്കുകയും പരസ്പരം സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യേണ്ട രാജ്യങ്ങളാണ്. ഇപ്പോൾ അവർ നമ്മോട് ചെറിയൊരു ശത്രുതയിൽ ആയതുകൊണ്ട് അവർക്കായിരിക്കും സന്തോഷം ഉണ്ടാവുക. ഒരു മുസ്ലിം സമുദായത്തിൽ ഉള്ളിൽ ഒരടി ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾക്ക് പൊതുവെ ഒരു രസം തോന്നാം. ഹിന്ദുക്കൾക്കുള്ളിൽ ഒരടി ഉണ്ടാവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊരു രസം തോന്നാം. ഇപ്പോൾ BJPക്കുള്ളിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവുകയാണെങ്കിൽ BJP ഇതര പാർട്ടിക്കാർക്ക് അതൊരു സന്തോഷകരമായ കാര്യമായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അടി നടക്കുമ്പോൾ കോൺഗ്രസ് ഇതര പാർട്ടിക്കാർക്ക് അതൊരു സന്തോഷം പകരുന്ന കാര്യമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരടി നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇതര ആൾക്കാർക്ക് ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യമായിരിക്കും. അതേപോലെയാണ് ഇന്ത്യയിൽ അടി നടക്കുമ്പോൾ അത് സന്തോഷിക്കുന്ന ആരാണ്? ഇന്ത്യക്കാരല്ലാത്ത, ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന, ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവിടെ സന്തോഷിക്കുക. അതിനുള്ള എണ്ണ നമ്മൾ ഒഴിക്കരുത്. ഇന്നലകൾ കഴിഞ്ഞത് കഴിഞ്ഞു. അതിൽ പല സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വർഗീയ കലാപങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലാണ്. അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പാർട്ടിയെ അല്ലെങ്കിൽ മതത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ, അതിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളോട് ഇതുവരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന, നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ നമ്മൾ ആക്രമിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യും. അത് ശരിക്കും ശരിയല്ല. അത് ആ കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി. അതൊക്കെ പഴയ ഗോത്രീയ കാലത്ത് നടക്കേണ്ട സംഭവങ്ങളാണ് അതൊക്കെ. ഇന്ന് നമ്മൾ എന്തിനാണ് MLA തിരഞ്ഞെടുക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. MLA മാരെ തിരഞ്ഞെടുക്കുന്നത് നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ച്, ഇപ്പോൾ ഞാനും നീയും നിങ്ങളും തമ്മിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ തമ്മിൽ രണ്ടുപേരും പരസ്പരം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അതാണ് നമ്മുടെ ധാർമ്മികത. അല്ല ആകാശത്ത് നിന്നും ഇറക്കേണ്ട ധാർമ്മികത ഒന്നുമല്ല. അത് പലർക്കും അറിയുന്നില്ല. എന്താണ് ധാർമ്മികത എന്ന് ചോദിച്ച് വരുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണ് ധാർമ്മികത എന്ന് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തോ അത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ധാർമ്മികത. അപ്പോൾ അത് പലരുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോൾ പലരുടെ ശരികളും വ്യത്യസ്തമായിരിക്കും. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പം എല്ലാവർക്കും, ഇപ്പം ഇന്ന് കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിൽ 140 കോടിയോളം ജനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ടെക്നോളജികളൊക്കെ കുറെ കൂടി വിപുലമായി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുത്ത കുറച്ച് പേരെ നിയമസഭയിലോട്ട് അയക്കുന്നു, അല്ലെങ്കിൽ ലോക്സഭയിലോട്ട് അയക്കുന്നു, രാജ്യസഭയിലോട്ട് അയക്കുന്നു. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി നമ്മൾ പരസ്പരം സഹകരിച്ച് ജീവിക്കുക എന്നുള്ളതിനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സംവിധാനത്തിൽ വിശ്വസിക്കുക, ഗോത്രീയതയെ നമ്മൾ പിന്തുണക്കാതിരിക്കുക, പരസ്പരം സ്നേഹിക്കുക. ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ലവ് ജിഹാദ് നടത്തിയിട്ട് മറ്റു മതങ്ങളിലെ സ്ത്രീകളെ മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുക. അപ്പോൾ മുസ്ലിങ്ങളുടെ സ്ത്രീകൾ അവിടെ ബാക്കിയാവും. അപ്പോൾ അവരെ മറ്റുള്ള മതക്കാർ കല്യാണം കഴിക്കട്ടെ. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബിസിനസ് ചെയ്തും ആണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ വെറുത്തിട്ടും അകറ്റിയിട്ടും ജീവിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ചിരിക്കാൻ വക നൽകുകയാണ്. ഇപ്പോൾ പലസ്തീനിൽ അടി നടക്കുന്നു, നാട്ടുകാർ വന്ന് കയറി മേയുന്നു. ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ആകാശത്തോട്ട് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് UN പോയിട്ട് കരയുക. വലിയ രസമുള്ള ഒരു പരിപാടിയൊന്നും അല്ലത്. അതുകൊണ്ട് തന്നെ, കാരണം ഒരു അടി നടന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ആയുധ ലോബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോബിയാണെന്ന് പറഞ്ഞു. അവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗൺ വയലൻസിൽ മരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എത്തിയല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്തോട്ട് ആംസ്, അതായത് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ അവർക്ക് വഴികളുണ്ട്. അപ്പോൾ ആയുധങ്ങളെത്തും. ചിലരൊക്കെ പറയുന്നുണ്ട്, എന്തിനാണ് ഈ തുരങ്കങ്ങളിൽ ജീവിക്കുന്നത്? ഞാൻ തുരങ്കങ്ങളിലൊക്കെ, ചെറിയ തുരങ്കങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കോട്ടകളിൽ സന്ദർശിക്കും, ബേക്കൽ കോട്ടയിൽ അവിടെയൊക്കെ. അതിൻ്റെ അകത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ, കുനിഞ്ഞിട്ടൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ വലിയ രസമുള്ള പരിപാടിയൊന്നുമല്ല. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ ഗതികെട്ടിട്ടായിരിക്കും അത് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഗതികേട് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഗതികേടിലേക്ക് നമ്മൾ പോകാതിരിക്കുക, പരസ്പരം സഹകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. മദ്രസ അധ്യാപകരുടെ ശമ്പളമാണ് നമ്മുടെ വിഷയം. ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഖ്യകൾ പഴയ പോലെ വർഗീയത അങ്ങനെ പറയുന്നില്ല. കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് അവർ
കാര്യങ്ങളെ കാണുന്നുണ്ട്. വളരെ നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ പരസ്പരം വെറുത്ത് എല്ലാവരും വാളും തോക്കൊക്കെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ രസം ഉണ്ടാവില്ല. പുറത്തുനിന്ന് കാണാനൊക്കെ അത് രസം ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വലിയ രസമുള്ള ഒരു സംഭവമായിരിക്കില്ല. അപ്പം ഞാനിങ്ങനെ നെറ്റിലടിച്ചപ്പോൾ ഇന്ത്യ ടുഡേയുടെ സൈറ്റിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ മദ്രസ അധ്യാപകരെ ഞാൻ ദിവസം കാണുന്നതാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ മദ്രസ അധ്യാപകരുണ്ട്, എൻ്റെ നാട്ടിൽ മദ്രസകളുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു വാർഡിൽ തന്നെ 2 മദ്രസ ഉണ്ട്. ഒന്ന് അനാഥ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ഞങ്ങളുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്ന്. ശരിക്കും ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് ഈ മദ്രസ അധ്യാപകരും കൂടിയാണ്. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കമാണ്. 5000, 6000, 8000 ഒരു വീട് കെട്ടണമെങ്കിൽ തെണ്ടണം, മകളെ കല്യാണം കഴിക്കണമെങ്കിൽ തെണ്ടണം. അങ്ങനെ ജീവിതത്തിൽ എല്ലാ ദിവസവും തെണ്ടേണ്ട ഒരു അവസ്ഥയാണ്. മദ്രസ അധ്യാപനം നടത്തിയിട്ട് വലിയ ലാഭമൊന്നും അവർക്കുണ്ടാവില്ല. ഈ റബീഉൽ അവ്വലൊക്കെ വരുമ്പോഴാണ് എൻ്റെ നാട്ടിൽ പിന്നെയും കുറച്ച് പൈസ കിട്ടുക. ഒരു മൗലൂദ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട്. ഒരു മൗലൂദ് ഓതിക്കഴിഞ്ഞാൽ 500, 200 ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. റബീഉൽ അവ്വലിന് ഒരു ദിവസം 4 മൗലൂദൊക്കെ ഓതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു മാസം ഒരു 1000 ഒന്നും കിട്ടില്ല, ഒരു 500 മൗലൂദ് കിട്ടിയാൽ തന്നെ 10,000 രൂപ ഒക്കെ കിട്ടുമായിരിക്കും. അതാണ് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സാമ്പത്തികമായ ഒരു വരുമാനം. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. പിന്നെ ഇന്ത്യ ടുഡേ തന്നെ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. എന്തായാലും ശമ്പളം അവർക്ക് കൊടുക്കുന്നില്ല, നയാ പൈസ ശമ്പളം കൊടുക്കുന്നില്ല. മാത്രമല്ല ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത് അത് മദ്രസ അധ്യാപകരും മാനേജ്മെൻറ്റ് ഇടുന്ന പൈസ എടുത്തിട്ടാണ് ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ് പ്രത്യേകിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ചെയ്യുന്ന പോലെയാണ്. മദ്രസ അധ്യാപകർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 1000 രൂപ എങ്ങാണ്ടാണ് പെൻഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്ഷേമനിധി നിന്ന് എടുത്തിട്ട് അതൊന്നും വേണ്ട. ഒരു 60 വയസ്സ് കഴിഞ്ഞ് ആർക്കും വേറെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ 1600 രൂപ സർക്കാർ കൊടുക്കും ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ചിലതൊക്കെ പറ്റിപ്പാണെന്നൊക്കെ തോന്നാറുണ്ട് എനിക്ക്. കാരണം എന്തായാലും 1600 രൂപ കൊടുക്കും. പിന്നെ ഇത് ഇന്ത്യ ടുഡേയുടെ സൈറ്റാണ്, അവരോടാണ് കടപ്പാട്. ഇപ്പോൾ സെൻസസിൽ ആദ്യം പറയുന്നത് കേരളത്തിലെ ജനസംഖ്യ, അത് ഓക്കെ, ജനസംഖ്യ ഒരു വിവാദപരമായൊരു വിഷയമല്ല. പിന്നെ രണ്ടാമത്തത് ഓക്കെ 26%, 2011 26%. മുസ്ലിം ജനസംഖ്യ അങ്ങനെ ഉയരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവർ ജനസംഖ്യാപരമായിട്ട് താഴ്ന്നു എന്നുള്ളതാണ് കുഴപ്പം. അത് മുസ്ലിങ്ങളുടെ കുഴപ്പമല്ല, മറ്റുള്ളവരുടെ കുഴപ്പമാണ്. മാത്രമല്ല ഈ കണക്കെടുക്കുമ്പോൾ എയ്ഡഡ് കോളേജിന് സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്, എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെടുത്താണ് എയ്ഡഡ് സ്കൂളുകൾ കൂടുതൽ? കാരണം എയ്ഡഡ് സ്കൂളുകളിലെ ശമ്പളവും പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ എയ്ഡഡ് കോളേജുകളുള്ളത്, സ്കൂളുകളുള്ളത് എന്നും കൂടി നോക്കാവുന്നതാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാം നോക്കണം. കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ എണ്ണം ക്ഷേമനിധി ബോർഡിൽ ഇത്ര മദ്രസ അധ്യാപകരുടെ എണ്ണം എന്നാണ് പറയുന്നത്. അപ്പോൾ അർദ്ധ സത്യമാണ് ഇതിൽ കുറേ ഉള്ളത്. മദ്രസ അധ്യാപകർക്ക് നയാ പൈസ സർക്കാരിൽ നിന്ന് കൊടുക്കുന്നില്ല, അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. മദ്രസ അധ്യാപകർക്ക് സർക്കാർ പെൻഷൻ നൽകുന്നില്ല, അതും തെറ്റാണ്. 7580 കോടി 49 ലക്ഷം രൂപ പെൻഷൻ ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. 6000 പെൻഷനില്ല, 27,000 ശമ്പളമില്ല, അതെല്ലാം വെറുതെയാണ്. കാരണം ഇസ്ലാമിനെ തകർക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, തകർക്കുകയും വേണം. പക്ഷെ അതിന് പകരം എന്ത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എൻ്റെ മനസ്സിൽ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും മനുഷ്യന്മാരാണ്. അവരുടെ ജോലി കളയുമ്പോൾ മിക്കവരും, ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു അനസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഞാൻ വായന കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ശരീരത്തിൽ പഠിച്ച് ഉസ്താദായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് വളരെ കഷ്ടപ്പാടൊന്നും എല്ലാവരും ഒരുപാട് ആൾക്കാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നത്, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പൊറോട്ട അങ്ങനെയൊക്കെ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല സംഗതികളും പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു നമ്മളുടെ സമ്പദ് വ്യവസ്ഥ നമുക്ക് വികസിപ്പിക്കണം. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾക്ക് പുനരധിവസിപ്പിക്കണം. നല്ലൊരു നാളേക്കായിട്ട് കൂടുതൽ എൻജോയ്മെൻറ്റ്, സന്തോഷം, ഒരു നല്ലൊരു ജീവിതം നമ്മൾ സ്വപ്നം കാണണം. അത് പുറത്തു പോയിട്ടൊന്നുമല്ല, നാട്ടിൽ തന്നെ. നാട്ടിൽ ഒരു നല്ലൊരു ജീവിതം എന്ന് പറയുമ്പോൾ ബെൻസ്, റോൾസ് റോയ്സ് അങ്ങനെയുള്ള ലെവലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക, അതിന് ഉള്ള സാഹചര്യം നാട്ടിൽ ഒരുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മദ്രസ അധ്യാപകർ അങ്ങനെ അനർഹമായിട്ട് ഒന്നും പറ്റുന്നില്ല, അർഹമായത് തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം പറഞ്ഞതുപോലെ അവർ നാളെ ആഖിറത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആഖിർ എന്ന് അറബിയിൽ അല്ലെങ്കിൽ ഹിന്ദി അറിയുന്നവർക്കൊക്കെ അറിയാം എന്താണ് ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ മറ്റുള്ളൊരു ലോകമില്ല. മായാവി എന്നുള്ള പടത്തിൽ മമ്മൂട്ടി ഫോൺ വെച്ചതിന് ശേഷമാണ് പിന്നെ സലീം കുമാറിൻ്റെതായ രീതിയിൽ കഥ ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ മരിച്ചാൽ തീർന്നു.
പിന്നെ അതിൻ്റെ അപ്പുറം ഒരു കഥ ഡെവലപ്പ് ചെയ്തിട്ട് ഉള്ള ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് ആവശ്യമായിരിക്കാം. കാരണം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തിയിട്ടും കൊതിപ്പിച്ചിട്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരിക്കാം. എന്താ മദ്രസ അധ്യാപകർ ശമ്പളവും പെൻഷനും പറ്റുന്നു എന്നുള്ള വാർത്ത വ്യാജമാണ് എന്ന് ഇന്ത്യ ടുഡേ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. സർക്കാർ ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ ശരി.